ഇതെന്റെ കുറച്ച് ആഭരണങ്ങളാ. നമ്മൾ വീട് മാറി കഴിയുമ്പോ ഇതൊന്നും പൂട്ടിവെക്കാനുള്ള സംവിധാനമൊന്നും ആ വീട്ടിലുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇനി എന്താ കാര്യം? കെട്ടിക്കാൻ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിലേ ഇതെടുത്ത് വെക്കാം. അല്ലെങ്കിൽ നല്ല വിലയുള്ള സമയല്ലേ, ഇതങ്ങ് കൊടുത്തേക്കാവുന്നേ. പിള്ളേ ഇത് കൊണ്ടുപോയി ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന കാശ് വാങ്ങിച്ചോണ്ട് വാ. നമുക്ക് വക്കീലിന് കൊടുക്കാനും മറ്റേ ഇതിൽ നിന്ന് എടുക്കാലോ. അത് വേണോ? ഈ കൊടുക്കുന്ന ഓരോ ആഭരണങ്ങളും താൻ ഇഷ്ടം തോന്നി വാങ്ങിച്ചിട്ടുള്ളവയാ. ഈ വയസ്സുകാലത്ത് എനിക്കെന്തിനാ ആഭരണം? അതുമല്ല, സ്വർണ്ണം ഇട്ട് നടക്കുന്നതല്ലല്ലോ പ്രധാനം. ഈ വീട് നിലനിർത്തുന്നതല്ലേ നമ്മുടെ ആവശ്യം. ഇപ്പൊ നല്ല വില കിട്ടും. അതുകൊണ്ട് നമുക്കിത് കൊടുക്കാൻ രാഘവേട്ട. പിള്ളേ, ഇതങ്ങ് കൈയോടെ വാങ്ങിച്ചോ. എന്നിട്ട് ഇപ്പൊ തന്നെ പോയിട്ടോ. പിള്ളേ, പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് എത്ര പൈസയാണെന്ന് വെച്ചാ അത് പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. എന്നെ കൊണ്ട് സാധിക്കില്ല സത്യാമ്മേ. എന്റെ മനസ്സിൽ സത്യാമ്മയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. ആഭരണങ്ങൾക്ക് അണിഞ്ഞ് സ്വർണപ്രഭയിൽ തിളങ്ങുന്ന ആ രൂപത്തിന് ഇനി ഒരു മാറ്റം വരുത്താൻ എനിക്ക് കഴിയില്ല സത്യാമ്മേ. ഇത് ഞാൻ വാങ്ങിച്ചാൽ എന്റെ കൈകൊണ്ട് ഇത് വിൽക്കാൻ ഇടവന്നാൽ ആ സങ്കടത്തിൽ ഞാൻ മുങ്ങിത്താണു പോവും. പിള്ളേ, അതിന് എന്നെ നിർബന്ധിക്കരുത്. എന്റെ മനസ്സിൽ ഞാനായിട്ട് രൂപപ്പെടുത്തിയ ആ ചിത്രം അങ്ങനെ തന്നെ ഇരിക്കാൻ ദയവ് കാട്ടണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഒന്നും ഇതുവരെ എതിർത്ത് പറയാത്ത എനിക്ക് ഇതിന് കൂട്ടു നിൽക്കാനാവുന്നില്ല. സ്വന്തമായിട്ട് എനിക്കല്പം ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ടായാലും ഞാൻ സഹായിക്കുമായിരുന്നു. ഈ കാണിക്കുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ. എന്നെ നിർബന്ധിക്കരുത്. പിള്ളേ, പൊന്നി. സത്യാമ്മേ, ഞാൻ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, എന്നും ബഹുമാനം മാത്രം തന്നിട്ടുള്ള ഈ പിള്ളയ്ക്കും പൊന്നിക്കും ഒക്കെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ജീവിതത്തിന്റെ പകുതിയിലധികവും നമ്മളെ കൂടെ നിന്നിട്ട് പറഞ്ഞു വിടുമ്പോ അവര് തന്ന സ്നേഹം മാത്രം തിരിച്ചു കൊടുത്താൽ മതിയോ ഭാമേ? ഈ കടമൊക്കെ നമ്മൾ എങ്ങനെ വീട്ടുക? രാഘവേട്ട, പണം കൊണ്ടുള്ള ബാധ്യത സമയമെടുത്താണെങ്കിലും വീട്ടാം. പക്ഷേ ഇതുപോലുള്ള ചങ്കി തുളച്ചു കയറുന്ന സ്നേഹം കൊണ്ടുള്ള കടം നമുക്കൊരിക്കലും വീട്ടാൻ പറ്റില്ല. രാഘവേട്ട, നമ്മൾ തോറ്റു പോകുന്നതും ഇവരുടെയൊക്കെ മുമ്പില്ല. ഭാമേ, ഇതുവരെ കഴിഞ്ഞതുപോലെ നമുക്കിനിയും കഴിയാൻ സാധിക്കും. വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ കഴിയും. രാഘവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. ഇതിനൊരു സാവകാശം, ഒരു സ്റ്റേ ഓർഡർ, അത് തരാനുള്ള അവകാശം ജില്ലാ കളക്ടറിനാണുള്ളത്. നീ ഒരു വാക്ക് ചെന്ന് പറഞ്ഞ ശാലിനി സന്തോഷത്തോടെ ചെയ്തു തരും. എനിക്കുറപ്പുണ്ട്.
അച്ഛാ, എന്താ ഇത്രയും നാളും വിളിക്കാതിരുന്നത്? ജോലി തിരക്കായിരുന്നു മോളെ, അതുകൊണ്ട് മോളൊന്ന് വിളിക്കാൻ പറ്റാതിരുന്നത്. അച്ഛന് സുഖാണോ അച്ഛാ? മോൾക്ക് സുഖം തന്നെയല്ലേ? പക്ഷെ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അന്ന് വന്നിട്ട് പെട്ടെന്ന് പോയില്ലേ, അതുകൊണ്ട് അച്ഛനെ ഒന്ന് ശരിക്ക് കാണാൻ പറ്റിയില്ല. അതുമല്ല, അമ്മയെ അച്ഛനെ ഒന്ന് കണ്ടില്ലല്ലോ. ലീവ് കിട്ടുമോ നോക്കട്ടെ മോളെ. മോളെ അമ്മേ